ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ലോകസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുകയും ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. സ്പീക്കർ സ്ഥാനം ഭരണകക്ഷിയുടെ അവകാശമായിട്ടാണ് ഇന്ത്യ അടക്കമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ കാണുന്നത്. തന്മൂലം സ്പീക്കർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് കീഴ്വഴക്കം. ഇക്കുറി ഇത് തെറ്റിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുന്നതും ഒരു കീഴ്വഴക്കമാണ്. ഇത് പ്രതിപക്ഷത്തിന് നൽകുമെന്ന് ഭരണകക്ഷി ഉറപ്പു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യ മുന്നണി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. ലോക്സഭയിൽ ഏറ്റവുമധികം കാലം അംഗമായിരുന്ന ആളിനെ പ്രോടൈം സ്പീക്കർ പദവി നൽകുന്നതാണ് പതിവ് രീതി. ഇക്കുറി ഇതും ലംഘിക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സ്പീക്കർ മാത്രമല്ല ലോകസഭാ അംഗങ്ങളും ചിന്തിക്കുമ്പോഴാണ് ജനാധിപത്യം കരുത്താർജിക്കുന്നത്. പ്രതിപക്ഷത്തുള്ളവരെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഇവരെ അവഗണിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. നിയമങ്ങളെപ്പോലെ തന്നെ കീഴ്വഴക്കങ്ങളും സംരക്ഷിക്കപ്പെടണം. അമേരിക്കയിലെ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ള കോൺഗ്രസ് അംഗങ്ങളുടെ ഒരു സംഘം ഇന്ത്യ സന്ദർശിച്ചു. മുൻ സ്പീക്കർ നാൻസി പെലോസിയുടെ നേതൃത്വത്തിൽ ഈ സംഘം ദലൈലാമയെയും പ്രധാനമന്ത്രിയെയും സന്ദർശിച്ചു. ചൈനയുടെ എതിർപ്പിനെ അവഗണിച്ചാണ് ഇന്ത്യയും അമേരിക്കയും ഈ സന്ദർശനത്തിന് അനുമതി നൽകിയത്. ടിബറ്റ് ചൈന പ്രശ്നങ്ങൾ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയം ഈ അടുത്ത കാലത്താണ് കോൺഗ്രസ് പാസാക്കിയത്. ടിബറ്റിൽ ഇടപെടാൻ പ്രസിഡന്റിനെ അധികാരപ്പെടുത്തുന്നതാണ് ഈ പ്രമേയം. ടിബറ്റിൽ ഒരു വിദേശ ഇടപെടലും അനുവദിക്കില്ല എന്നതാണ് ചൈനയുടെ നിലപാട്. ടിബറ്റിൽ ചൈനയുടെ നീക്കങ്ങളെ ഉത്കണ്ഠയോടെയാണ് ഇന്ത്യ കാണുന്നത്. അരുണാചൽ പ്രദേശിലെ ചില ഗ്രാമങ്ങൾ തങ്ങളുടേതാണെന്ന് പലപ്പോഴും ചൈന അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ ഗ്രാമങ്ങൾക്ക് ചൈനീസ് പേരുകളാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സംഘത്തിന് ഇന്ത്യ സന്ദർശിക്കാൻ അനുമതി നൽകിയത് ചൈനയ്ക്കുള്ള ഇന്ത്യയുടെ മുന്നറിയിപ്പാണ്. ഇസ്രായേലിൽ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് തടവിലാക്കിയ യഹൂദന്മാരിൽ പലരും ഇപ്പോഴും തടവിലാണ്. ഇവരുടെ മോചനം നീണ്ടുപോകുന്നതിന് ഉത്തരവാദിയായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണം എന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ മന്ത്രിസഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണം എന്നതാണ് സമരക്കാരുടെ മറ്റൊരാവശ്യം. പ്രതിപക്ഷം സമരക്കാർക്കൊപ്പമാണ്. യുദ്ധത്തിൻ്റെ തീവ്രത കുറയ്ക്കുമെന്നല്ലാതെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയാൻ പ്രധാനമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇറാൻ്റെ പിന്തുണയോടെ ലെബനോണിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹിസ്ബുള്ളിനെതിരെ ശക്തമായ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിച്ചാലും ഗാസയുടെ ഭരണം ഹമാസിനോ പാലസ്തീൻ അതോറിറ്റിക്കോ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ. യുദ്ധാനന്തരം ഗാസ ആരു ഭരിക്കണം എന്നതാണ് ഇപ്പോൾ വെടിനിർത്തലിനുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം. ഹർദീപ് സിംഗ് നിജാറിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനമായ ജൂൺ 18
കാനഡയിലെ പാർലമെൻറ്റ് ഒരു നിമിഷം മൗനം ആചരിച്ചു. ഭീകരന്മാരുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുള്ള ഖാലിസ്ഥാൻവാദിയായിരുന്നു ഹർദീപ് സിംഗ്. ഇന്ത്യയെ വിഭജിച്ച് സിഖുകാർക്കു വേണ്ടി ഖാലിസ്ഥാൻ എന്നൊരു പുതിയ രാഷ്ട്രം രൂപീകരിക്കണം എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. വിഘടനവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇദ്ദേഹം പ്രതിയാണ്. കനേഡിയൻ പൗരനായ ഇയാളെ കുറ്റവിചാരണയ്ക്കായി ഇന്ത്യക്ക് കൈമാറണം എന്ന ഭാരത സർക്കാരിൻ്റെ ആവശ്യം കാനഡ പരിഗണിച്ചില്ല. ദുരൂഹ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം നിജാർ കൊല്ലപ്പെട്ടു. ഇതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാണ് കാനഡ ആരോപിക്കുന്നത്. ഈ കൊലപാതകവുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും നൽകാൻ കാനഡയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. G7 ഉച്ചകോടിയിൽ കണ്ടുമുട്ടിയപ്പോൾ മോഡിയും ട്രൂഡോയും സൗഹൃദം പങ്കുവച്ചിരുന്നതാണ്. എന്നാൽ പാർലമെൻറ്റിലെ മൗനാചരണം കാനഡയുടെ നിലപാടിൽ മാറ്റമില്ല എന്നതിൻ്റെ സൂചനയാണ്. പുടിൻ ഉത്തര കൊറിയ സന്ദർശിച്ചതും പ്രതിരോധ കരാറുകൾ ഒപ്പുവെച്ചതും വലിയ ഉത്കണ്ഠയോടെയാണ് അമേരിക്കയും സഖ്യകക്ഷികളും കാണുന്നത്. ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ദക്ഷിണ കൊറിയയും ജപ്പാനും പ്രതികരിച്ചിട്ടുണ്ട്. ഈ രണ്ടു രാജ്യങ്ങളും അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. ഈ രാജ്യങ്ങൾക്കുള്ള തങ്ങളുടെ പിന്തുണ ഒരു സംയുക്ത ശക്തി പ്രകടനത്തിലൂടെ വ്യക്തമാക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. ആണവശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ഭീമൻ വിമാനവാഹിനി കപ്പൽ ദക്ഷിണ കൊറിയയിൽ എത്തിയിട്ടുണ്ട്. പരസ്പരം സഹായിക്കുമെന്നാണ് കിം ജോങ് ഉന്നും പുടിനും മാധ്യമങ്ങളെ അറിയിച്ചത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉത്തര കൊറിയയ്ക്കെതിരെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ സംരക്ഷണം നൽകും എന്നതിൻ്റെ സൂചനയാണ് പുടിൻ നൽകുന്നത്. ഉത്തര കൊറിയയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ അനുകൂലിക്കുന്ന പഴയ നിലപാട് മാറ്റാനും ഉത്തര കൊറിയയെ അനുകൂലിക്കാനുമാണ് പുടിൻ്റെ തീരുമാനം. റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ബന്ധം ശക്തിപ്പെടുന്നതിനെ തങ്ങൾക്കെതിരെയുള്ള ഒരു ഭീഷണിയായിട്ടാണ് അമേരിക്ക കാണുന്നത്. അമേരിക്കൻ പത്രപ്രവർത്തകനായ ഇവാൻ ഗർഷ്കോവിച്ചിൻ്റെ വിചാരണ റഷ്യയിലെ ഒരു കോടതിയിൽ ബുധനാഴ്ച ആരംഭിച്ചു. പ്രസിദ്ധമായ വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ടറായിട്ടാണ് ഇദ്ദേഹം റഷ്യയിലെത്തിയത്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ ഒട്ടുമിക്ക വിദേശ പത്രപ്രവർത്തകരും റഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഇദ്ദേഹം യുദ്ധത്തെ സംബന്ധിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനായി റഷ്യയിൽ തങ്ങി. അധികം താമസിയാതെ റഷ്യൻ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. അമേരിക്കയ്ക്കു വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്നാണ് ആരോപണം. അമേരിക്കയും ഗർഷ്കോവിച്ചും ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷമായി ഇദ്ദേഹം റഷ്യയുടെ ജയിലിലാണ്. എന്നാൽ എന്താണ് ഇദ്ദേഹം ചെയ്ത കുറ്റം എന്ന് വിശദീകരിക്കാൻ റഷ്യൻ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല. ഗർഷ്കോവിച്ച് ഒരു പത്രപ്രവർത്തകനാണെന്നും ഒരു ചാരപ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് എല്ലാ സഹപ്രവർത്തകരും സാക്ഷ്യപ്പെടുത്തുന്നത്. അമേരിക്കയുമായുള്ള വിലപേശലിനായി മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഈ കേസ് എന്നാണ് പത്രപ്രവർത്തകരുടെ വാദം. പടിഞ്ഞാറൻ പസഫിക് മഹാസമുദ്രത്തിൽ ദക്ഷിണ ചൈന കടലിനു സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് തായ്വാൻ. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ തുടർന്നാണ് ചിയാങ് ഐഷക് ഇവിടെ അഭയം തേടിയത്. അന്നു മുതൽ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് ഈ രാജ്യം അറിയപ്പെടുന്നത്. ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായി തായ്വാനെ താങ്ങി നിർത്തുന്നത് അമേരിക്കയാണ്. എന്നാൽ ചൈന ഒന്നേ ഉള്ളൂവെന്നും അത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആണെന്നുമാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അവകാശപ്പെടുന്നത്. തായ്വാൻ
ചൈനയുടെ ഭാഗമാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ ഒരു കാലത്തും ചൈനയുടെ ഭരണാധികാരികൾ ഈ രാജ്യം ഭരിച്ചിട്ടില്ല എന്നും തങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുമാണ് തായ്വാൻ്റെ വാദം. ഇതിനെ വിഘടനവാദമായിട്ടാണ് ചൈന വിശേഷിപ്പിക്കുന്നത്. വിഘടനവാദികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകണം എന്ന് ഒരു ഉത്തരവിലൂടെ കഴിഞ്ഞ ദിവസം ചൈന നിർദ്ദേശിച്ചു. ചൈനയുടെ അധികാര പരിധിയിലല്ല തായ്വാൻ. എന്നിട്ടും ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയതിനെ തായ്വാനെ ആക്രമിക്കുന്നതിനുള്ള നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. നവംബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ചയാണ് അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് നവംബർ 5 ചൊവ്വാഴ്ചയാണ്. 82 വയസ്സുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. 78കാരനും മുൻ പ്രസിഡന്റുമായ റൊണാൾഡ് ട്രംപാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഭരണഘടനയിൽ തന്നെ തിരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനമില്ല. 1 വർഷം നീളുന്നതാണ് അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടത്തുന്ന സംവാദം. സാധാരണഗതിയിൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ വർഷം ജൂൺ 28 പരിപാടി. ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലായ CNN ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു മോഡറേറ്ററാണ് പരിപാടി നിയന്ത്രിക്കുന്നത്. 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമല്ല, ചേഷ്ടകൾ പോലും വോട്ടർമാർ ആഴത്തിൽ പരിശോധിക്കും. ജൂലിയസ് അസാഞ്ചെ ജയിൽ മോചിതനായി ഓസ്ട്രേലിയയിൽ മടങ്ങിയെത്തി. പ്രധാനമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് അമേരിക്ക ഒത്തുതീർപ്പിന് തയ്യാറായത്. അഫ്ഗാൻ ഇറാഖ് യുദ്ധങ്ങളെ സംബന്ധിക്കുന്ന രേഖകൾ അമേരിക്കയിൽ നിന്ന് മോഷ്ടിച്ചു, സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. സാധാരണ പത്രക്കാർ നിത്യവും ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറം ഒന്നും തന്നെ ജൂലിയസ് ചെയ്തിട്ടില്ല എന്നായിരുന്നു എതിർവാദം. കുറ്റവാളിയാണെന്നും വിചാരണ നേരിടണമെന്നും അതിനായി അസാഞ്ചയെ തങ്ങൾക്ക് കൈമാറണമെന്നും അമേരിക്ക വാശി പിടിച്ചതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും നീണ്ടുപോയത്. ഔദ്യോഗിക രേഖകൾ മോഷ്ടിച്ചു എന്ന് ഏറ്റുപറയാമെന്ന് ജൂലിയസും ഇതുവരെയുള്ള ജയിൽവാസം ശിക്ഷയായി കണക്കാക്കാമെന്ന് അമേരിക്കയും സമ്മതിച്ചതിനെ തുടർന്നാണ് മോചനത്തിനുള്ള വഴി തുറന്നത്. അമേരിക്കയുടെ ഹവായ് ദ്വീപിലുള്ള ഒരു കോടതിയിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. അമേരിക്കയ്ക്കെതിരെ പൊരുതി നേടിയ ഒരു വിജയമായിട്ടാണ് ഈ സംഭവത്തെ പത്രപ്രവർത്തകർ കാണുന്നത്. ജൂലൈ 4 ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. പാർലമെൻറ്റ് പിരിച്ചുവിട്ട് പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മെയ് മാസത്തിലാണ്. കഴിഞ്ഞ 14 വർഷമായി ഋഷി സുനാകിൻ്റെ പാർട്ടിയാണ് അധികാരത്തിൽ തുടരുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി വലിയ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. എന്നാൽ ഈ കാലയളവിൽ പാർട്ടിയുടെ പിന്തുണ നഷ്ടമായതിനെ തുടർന്ന് 2 പ്രധാനമന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്നു. ഈ മന്ത്രിസഭയുടെ കാലത്താണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇംഗ്ലണ്ടിൻ്റെ പിന്മാറ്റം അഥവാ ബ്രെക്സിറ്റ് നടപ്പിലായത്. പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഇതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തൊഴിലില്ലായ്മ വർദ്ധിച്ചു. യൂറോയിൽ നിന്നും പഴയ നാണയമായ പൗണ്ടിലേക്കുള്ള മാറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായി വിമർശിക്കപ്പെട്ടു. ലേബർ പാർട്ടി അധികാരത്തിൽ വരുമെന്നും കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടുമെന്നാണ് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. നമ്മുടെ നാട്ടുകാരൻ എന്ന് അഹങ്കാരത്തോടെയാണ്
ഋഷി സുനാകിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ അന്തകനായി ഇദ്ദേഹം മാറുമോ എന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.